എല്ലാവർക്കും നമസ്കാരം. പതിവില്ലാത്തൊരു നൈറ്റ് ഡ്രൈവ് അപാരതയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാനിപ്പൂരി തപ്പി വിഷമിച്ച മുഖമായിരുന്നത്. അവസാനം തപ്പി 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 നമ്മളൊരു അടിപൊളി പാനിപ്പൂരി കടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ ചൂട് പാനിപ്പൂരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 2 3 4 5 എന്നുള്ള രീതിയിൽ ഇങ്ങനെ തീരുന്നതനുസരിച്ച് അവിടെ 4-5 ടൈപ്പ് ഓഫ് പാനിപ്പൂരികൾ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അവസാനം ആയപ്പോഴത്തേന് ഒറ്റയ്ക്ക് ഒരു പാനിപ്പൂരി എടുത്ത് കഴിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടും കരുതി കേട്ടോ. അവസാനം നമുക്ക് അവരിങ്ങനെ ഡ്രൈ ആയിട്ട് 2 പാനിപ്പൂരി തന്ന് നമ്മൾ എൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണും മനസ്സും എല്ലാം അതിൽ കുടുങ്ങി. പണ്ടേ എനിക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. അപ്പോൾ അങ്ങനെ അടുത്തുനിന്നൊരു മോമോസ് ഉണ്ടായിരുന്നു. മോമോസും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ പൂനെയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 7 ഡിഗ്രി ആണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പം വരുന്ന വഴിക്ക് നല്ല ചൂട് ഒരു ചായയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ്ട് മലായി ചായയൊക്കെയാണ് ചേട്ടൻ ഓർഡർ ചെയ്തുകൊണ്ട് വന്നത്. ഞാനൊരു സാധാരണ ചായയാണ് കേട്ടോ കുടിച്ചത്. ഈ പാലൊന്നും എനിക്ക് അത്രയ്ക്ക് ടോളറൻസ് ലെവൽ ഇല്ലാത്ത കാരണം ഞാൻ വളരെ കുറച്ച് ചായ കുടിച്ചുള്ളൂ കേട്ടോ. എനിക്ക് ഈ ഡയറി പ്രോഡക്റ്റ്സ് ഒന്നും ടോളറൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ ഓഫീസിലെ കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് വരുന്ന വഴിക്കേണ്ട ക്രിസ്മസ് സ്റ്റാറൊക്കെ കണ്ട് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിന് താഴെ തീ കായാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ തണുപ്പത്ത് തീ കായുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു അടിപൊളി എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരുന്ന് ഈ ദിവസം അവസാനിച്ചു കേട്ടോ.